കണ്ടൽ അക്കാദമി ഓഫ് ഫാർമസിയിൽ വിദ്യാർത്ഥി സമരം സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെ തുടർന്നാണ് രാത്രിയിലും പ്രതിഷേധം തുടരുന്നത്. കോഴ്സ് കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റ് നൽകാൻ കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സമരത്തിനിടെ 2ാം വർഷ വിദ്യാർത്ഥിനി രോഹിണി കുഴഞ്ഞു വീണു. റഹീസ് റഷീദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, എന്താണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്? എന്താണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ഈ കോളേജ് അധികൃതർ മടിക്കുന്നത്? എന്താണ് ആ പ്രശ്നം? വിഷയം എന്താണ്? ശ്രുതി, കഴിഞ്ഞ വർഷം ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് ഈ ഇരിക്കുന്നത്. ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറാകാത്തതാണ് പ്രശ്നം. പല വിധത്തിൽ ഇതിനു മുമ്പ് ഇവർ സമരം നടത്തിയതാണ്. അന്ന് തഹസിൽദാർ ഇടപെട്ട് ഇന്നായിരുന്നു അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന ദിവസം. പക്ഷേ അത് കൊടുത്തില്ല. ആ സാഹചര്യത്തിലാണ് ടാർപ്പായൊക്കെ വലിച്ചു കെട്ടി കോളേജ് കവാടത്തിന് മുമ്പിൽ ഇവർ സമരം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാത്തത്? ഞങ്ങളോട് ഫീസ് അടച്ച് സെക്കൻഡ് ഇയർ ഫീസും കൂടെ അടച്ചാലേ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഇയർ ഫീസ് ഞങ്ങൾ കംപ്ലീറ്റ് അടച്ചിട്ടുണ്ട്. എന്നിട്ടും സെക്കൻഡ് ഇയർ ഫീസ് തന്നാലേ ഞങ്ങൾ എക്സാം എഴുതിക്കുള്ളൂ, അല്ലെങ്കിൽ കണ്ടോണേഷൻ അധികമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ എക്സാം ഒന്നും എഴുതിച്ചില്ല. ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല ഇതുവരെ. ഡ്രോപ്പ് ഔട്ട് ആയാൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ? അല്ല, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഫുൾ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു. ഡ്രോപ്പ് ഔട്ട് ആവുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും, അതായത് 2 വർഷ കോഴ്സിൽ 1 വർഷമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ? എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ഇവിടുത്തെ മാനേജ്മെന്റ് ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല. ഫാക്കൽറ്റീസ് കുറവാണ്. ഞങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യങ്ങൾ ഇവർ ഇവിടെ നടത്തി തന്നിട്ടില്ല. രക്ഷിതാവാണോ? നിങ്ങൾക്ക് എവിടുന്ന? ഈ പരിസരത്തുള്ളവരാണോ? ഞാൻ വട്ടിയൂർക്കാവിനാണ്. പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ടോ? കൊല്ലത്തിന് വരുന്നവരുമുണ്ട്. 6 മാസമാണോ ഇവരാകെ പഠിച്ചിട്ടുള്ളൂ? ഇവർ 6 മാസമേ പഠിച്ചിട്ടുള്ളൂ. 1 വർഷത്തെ പേയ്മെൻറ്റ് മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് ഇന്നാണ് ഞങ്ങളുടെ ഇവിടെ വരാൻ പറഞ്ഞത്. അതായത് ഒരു സംശയം, 2 വർഷത്തെ കോഴ്സിൽ 1 വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ? അങ്ങനെയാണോ ഈ കോഴ്സ്? സർ, അത് സുപ്രീം കോടതി വിധിയുണ്ട്. നമുക്ക് 1 വർഷം പഠിച്ച സ്റ്റുഡൻറ്റിനെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇവർക്ക് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു അധികാരവും ഇല്ല. ഞങ്ങളുടെ അവർ തരാമെന്ന നിബന്ധനയിലാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്നത്. പക്ഷേ ഞങ്ങൾ ഈ ഗേറ്റിനകത്തോട്ട് പോലും അവർ കയറ്റി വിട്ടിട്ടില്ല. പറഞ്ഞോ. കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, നമ്മളെ +2ന്റെയും 10ാം ക്ലാസ്സിന്റെയും സർട്ടിഫിക്കറ്റ്. അതാണ്. ഓക്കെ. അതായത് ഇവർ പഠിച്ച കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇവർ ഇവിടെ ചേരാൻ സമയത്ത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് SLC ബുക്ക്, ഒപ്പം +2 സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിരുന്നു. സ്റ്റുഡൻ്റ് ആണോ? എന്താ ഇവർ ചോദിക്കുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ പല റീസണാണ് പറയുന്നത്. അത് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇന്ന് തരാം, നാളെ തരാം, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് എന്നിട്ട് ഇവിടെ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സംസാരിക്കാൻ പറ്റിയിരുന്നു. ഇന്ന് ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അവർ വന്നിരുന്നു, സംസാരിച്ചു. ഞങ്ങളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് ഇന്ന് തരാം, അപ്പോഴത്തേക്ക് കണ്ടോണേഷൻ ഫീസ് ഞങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു കയറിയപ്പോഴത്തേക്ക്. അത് ഇന്ന് തിരിച്ചു തരാനായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആധാറിൻ്റെ കോപ്പിയും പാസ്ബുക്കിൻ്റെ കോപ്പിയുമായിട്ട് വന്നാൽ ഞങ്ങൾ അടച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നേ. അങ്ങനെ ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇന്ന് പറ്റത്തില്ല, നിങ്ങൾ പോകണം, അവരൊക്കെ അടയ്ക്കാനുള്ള സമയമായി, കോളേജ് അടയ്ക്കാനുള്ള സമയമായി, നിങ്ങൾ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. അപ്പം പോലീസുകാരും അതേപോലെ ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് ഇതായി ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലൊരു തീരുമാനം ആകുന്നത് വരെ ഇവിടെ ഇരിക്കുക എന്നതാണോ? തീരുമാനമാവുന്നത് ഇന്ന് രാവിലെ 6 മണിക്ക് കൊല്ലത്തുനിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നതാണ്. ഇത് തീരുമാനമായിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഞങ്ങൾക്ക് ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇവിടെ ഒരു ഫെസിലിറ്റീസും ഇല്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇവർ ചെയ്ത് കൊടുക്കത്തുമില്ല. കുട്ടികളെ എന്തോ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളവരായിട്ടാണ് ഇവർ കാണുന്നത്. അത് ഞങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം. ശ്രുതി, നമ്മളിതിൻ്റെ മാനേജ്മെൻറ്റുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്ന കാര്യം, ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഗ്രാൻഡ് സർക്കാർ നൽകാറുണ്ട്. അത് ഇവരുടെ അക്കൗണ്ടിലാണ് വരുന്നത്. ആ പണം ഇവർ കോളേജിലേക്ക് തിരിച്ചടക്കണം എന്ന് പറഞ്ഞാണ് ഗ്രാൻഡ് കൊടുക്കുന്നത്. പക്ഷേ ആ പണം ഇവർ അടയ്ക്കാറില്ല. അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് എന്നതാണ് ഈ കോളേജിൻ്റെ ചെയർമാനുമായി സംസാരിച്ചപ്പോൾ പറയാൻ സാധിച്ചത്. അങ്ങനെ ഒരു ഗ്രാൻഡ് നിങ്ങൾക്ക് വരികയും നിങ്ങൾ അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടോ? എന്താ? വിദ്യാർത്ഥികൾക്കാണ് ഗ്രാൻഡ് ഉള്ളത്. അപ്പോൾ ഇവർ അഡ്വാൻസ് ആയിട്ട് തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ പൈസ ഗ്രാൻഡ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ വിദ്യാർത്ഥികൾക്ക് പൈസ തിരിച്ചു കൊടുക്കണം. മാനേജ്മെൻറ്റിൻ്റെ പേർക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ബൈ ഹാൻഡ് ചെയ്യുന്ന ക്യാഷ് ഇത് വരുമ്പോഴത്തേക്ക് ഇവർ തിരിച്ചു കൊടുക്കണം. പക്ഷേ അവർ ഈ രക്ഷിതാവാണെന്ന് തോന്നുന്നു.
എന്താ ഇവർ ഗ്രാൻഡ് കൊടുക്കുന്നു പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ ഗ്രാൻഡിൻ്റെ പൈസ അങ്ങോട്ടാണ് പോകുന്നത്. അല്ലാതെ മാനേജ്മെന്റ് പറഞ്ഞത് കുട്ടികളുടെ അക്കൗണ്ടിലാണ് വരുന്നത്. അക്കൗണ്ടിലല്ല, കുട്ടികളുടെ ഏതെങ്കിലും കുട്ടി പറയട്ടെ, കുട്ടികളുടെ അക്കൗണ്ടിലല്ല. കുട്ടികൾ അങ്ങോട്ട് പറയണം ഞങ്ങളെ ഗ്രാൻഡ് ഇത്ര രൂപ ബാലൻസ് ഉണ്ട് അതിങ്ങോട്ട് തരാൻ പറഞ്ഞാലും അയാൾ കൊടുക്കാറില്ല. ഒന്ന്. രണ്ടാമത് ഞാൻ ഗവൺമെൻറ് സീറ്റിലാണ് എൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയത്. ആ അഡ്മിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കുട്ടി ഇവിടെ ചേർത്തത്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു എംബ്ലം ഉണ്ടായിരുന്നു. ശ്രുതി, ഇത് ഗുരുതരമായ ഒരു വിഷയമാണ്. കാരണം ഇവരുടെ SLC സർട്ടിഫിക്കറ്റും +2 സർട്ടിഫിക്കറ്റും ഇവർ പിടിച്ചു വച്ചിരിക്കുകയാണ്, തടഞ്ഞു തിരുവനന്തപുരം കണ്ടല വച്ചിരിക്കുകയാണ്.